ട്രാവൽ വീഡിയോ ആണ്. ഞാൻ കോഴിക്കോട് പോവാണ്. കണ്ണൂർ ടു കോഴിക്കോടാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. സോ നമുക്ക് ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ വോയിസ് കുറച്ച് കുറവായിരിക്കും, ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗായ്സ്. അപ്പം നമ്മൾ ട്രെയിനിൽ കയറി. ഇതാണ് ട്രെയിൻ. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഒരു ട്രാവൽ വ്ളോഗാണ് ഇന്ന് എടുക്കുന്നത്. താഴെയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല കാറ്റാണ്, അതുകൊണ്ട് കേൾക്കുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഇതാണ് നമ്മളുടെ ബിങ്കോ. ഇതാണ് നമുക്ക് ആകെയുള്ള സ്നാക്സ്. നല്ല കാറ്റാണ്, അതുകൊണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. ഞങ്ങൾ മൂന്നേരും കൂടിയാണ് കോഴിക്കോട് പോണേ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കഴിക്കാം. നമ്മൾ ബിങ്കോ പൊട്ടിച്ചു. ഇതാണ് വ്യൂ. നിങ്ങൾ വ്യൂ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ ബൈ. കുറച്ച് നമ്മൾ വടകര എത്തി. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് റീച്ച് ചെയ്യും. അപ്പോൾ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ട്. മീൻസ് കാറ്റിൻ്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തതാണ്. നമ്മൾ ഹോസ്പിറ്റലിലാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അതൊരു ഞാനൊരു ട്രാവൽ വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് എടുത്തേ ഉള്ളൂ. എനിക്ക് അഡ്നോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. സോ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇങ്ങോട്ട് നമ്മൾ ബസ്സിനാണ് വരുന്നത്. കാരണം അങ്ങോട്ട് മാത്രമേ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് നമ്മൾ ബസ്സിനാണ് വരുന്നത്. സോ ബസ്സിനാവുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്തൊന്നും വരില്ല. ചില സമയത്ത് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആ വീഡിയോ എടുക്കത്തില്ല. അത് ഇന്നുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആക്കി എടുത്തിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയോ ഫോണോ ഒന്നും അലൗഡല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കയറ്റാൻ പറ്റില്ല. അത് പുറം ഭാഗമൊക്കെ നല്ല വൃത്തി അടിപൊളി ഹോസ്പിറ്റലാണ്. ചിൽഡ്രൻസിന് സ്പെഷ്യലാണ്, കുട്ടികൾക്ക് മാത്രമുള്ള ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ അടിപൊളി ഹോസ്പിറ്റലാണ്. ഐ തിങ്ക് 18 വയസ്സ് വരെയോ മറ്റോ അവിടെ പോവാം കുട്ടികൾക്ക്. ആ വരെ ഒരു മിഡിൽ ഏജ് പ്രായമാണല്ലോ, അവിടെ വരെ പോവാം. സോ നമുക്ക് കോഴിക്കോട് എത്തിച്ച് കാണാം. കൊയിലാണ്ടി എത്തി ഗൈസ്. നമ്മൾ കൊയിലാണ്ടി എത്തി. നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പുഴയാണിത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇറങ്ങി ബസ്സിലൊക്കെ കയറി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ്. ഇവിടെ സ്കൂളുണ്ട്, അത് കാണിച്ചു തരാം. സ്റ്റാർ കിഡ്സ് പ്രീ സ്കൂളാണ്. LKG UKG സ്കൂളുണ്ട്. ഗവൺമെൻറ് UP സ്കൂളും അതല്ല, LKG UKG ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് UP സ്കൂളും ഉണ്ട്. ഇനി ഞാൻ പോയിട്ട് എന്താ പറയുക, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഒരു 5 സെക്കൻഡ് നടന്നാൽ ഇപ്പോൾ നമ്മളവിടെ എത്തും. സോ നമുക്ക് കാണാം. അതാ ഒരു അവിടെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, അവിടേക്ക് എത്തും. സോ ഒരു അച്ഛൻ ഇവിടെ ഉണ്ട്, അമ്മ, ഞാൻ. ഇവിടെ കടയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ പെർമിഷൻ ഇല്ല വീഡിയോ എടുക്കാനുള്ളത്. അതുകൊണ്ട് ഇതാണ് ഹോസ്പിറ്റൽ, അത് ഹോട്ടലാണ്. ആ ബോർഡ് കണ്ടോ, ഇതാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. ഡോക്ടർ ബലരാജ് ക്ലിനിക് എന്നാണ് പേര്.
അപ്പം ഞാൻ ഇതിങ്ങനെ നടക്കുകയാണ്. ഇതാണ് ഹോസ്പിറ്റൽ. ഉള്ളിലേക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നില്ല, ഇവിടെ വെച്ച് നിർത്തുവാണ്. ഉള്ളിലത്തെ ഒരു ചെറിയൊരു വ്യൂവും കൂടി കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാം. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഇതൊക്കെയുണ്ട്, പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഉള്ളിലെത്തി. ഇതാണ് അട്രാക്റ്റീവ് പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പോവുകയാണേ, അതുകൊണ്ട് നമ്മൾ പിന്നെ എടുക്കാം കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്ക് 11:30 ടോക്കണാണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നൊരു ചായയിൽ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഗായ്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ നമുക്ക് 11:30 എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഒരു ടീ കുടിച്ചിട്ട്, ടീ ഓർ കോഫി കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. സോ നമുക്ക് കടയിൽ എത്തിയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ഗ്രേപ്പ് ജ്യൂസും ലൈമും ആണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഗ്രേപ്പ്, അച്ഛന് ലൈം, അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് എത്തിയിട്ട് കാണാം. ഗ്രേപ്പ് ജ്യൂസ് വന്നു. അടിപൊളി, കുടിച്ച് കഴിഞ്ഞ് ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് ഇറങ്ങി നമ്മുടെ ട്രാവൽ വ്ളോഗ് ഇവിടെ തീരാൻ പോവുകയാണ്. ഇനി നമ്മൾ നേരെ ബസ്സിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, ബസ്സിൽ കയറുന്നു, വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. അത്രയേ ഉള്ളൂ ഗൈസ്, തെറ്റ്. പക്ഷേ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനില്ലേ. നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. നാളെയോ ഇന്നോ അയച്ചു തരും. അപ്പം ബൈ ബൈ. ബസ് വന്നു, ഞാൻ ബസ് കയറിയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഞാൻ ബിരിയാണി പറയാനാണ് വിചാരിക്കുന്നത്. സോ ഞാൻ ബിരിയാണി, അമ്മ ചോറ്, അച്ഛനെന്താ അച്ഛനെന്താ പൊറോട്ട, മീൻ കറി. അച്ഛൻ അത്ര റിച്ചാണ് ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് വന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ ബസ്സിൽ കയറി ഒരു കടല വാങ്ങിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് 80 രൂപേൻ്റെ ഡാസ്ലറിൻ്റെ 25 ഷെയ്ഡ് കിട്ടി. ഗൈസ്, 200 രൂപേൻ്റെ സാധനം ചെറുതാണ് ഞാൻ വാങ്ങിയത്, ഇത്രയേ ഉള്ളത്. അതൊരു ഇയറിങ് വാങ്ങണമായിരുന്നു, ഒരു ബ്ലാക്ക്, അതും വാങ്ങിയിട്ട് അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനൊരു ഡാസ്ലറിൻ്റെ ഇപ്പോൾ ഏറ്റവും മൂവിങ് ആയിട്ട് കാര്യമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അതാവണേന്ന്. നോക്കുമ്പോൾ അതേ സാധനം ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ബസ്സിൽ കയറ്റി കൊണ്ടുവന്ന ഒരു മസാല കടല വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല കടല. നമുക്കിത് കണ്ടിട്ട് ഇരിക്കാം, നമ്മൾ എത്തിയിട്ട് കാണാം കേട്ടോ. ഇനി ബൈ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല.